മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ യഥാർത്ഥത്തിൽ കർണാടകത്തുകാരനാണ്. ഞാൻ മലയാളിയല്ല. ഞങ്ങളുടെ പൂർവികര് കർണാടകത്തിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന് പടുബിദ്രി എന്ന് പണ്ട് പേരായിട്ടുള്ള പാടുബ് എന്ന് ഇപ്പോഴത്തെ പേരുള്ള മംഗലാപുരത്ത് നിന്ന് ഉടുപ്പി വഴി കുന്താപുരത്തിലേക്ക് പോകുന്ന ഹൈവേയുടെ വലത്തോട്ട് 6 കിലോമീറ്റർ പോയാൽ എല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ പൂർവിക തലമുറയെല്ലാം ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ വളർന്നപ്പോൾ അഭിമാനം തോന്നിയിരുന്നു. ഒരു കേരളീയനാണ്. കേരളത്തിലെ കലകള്, കേരളത്തിലെ വാദ്യങ്ങള്, കേരളത്തിലേതായിട്ടുള്ള ശുദ്ധി, ശുചി, എല്ലാത്തിലും അഭിമാനം തോന്നിയിരുന്നു. യൂട്യൂബില് ഒരു 2-3 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തിന് വൃത്തിയുടെ കാര്യത്തിൽ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അതിലും സന്തോഷിച്ചിരുന്നു. നമ്മുടെ കേരളം വൃത്തിയുള്ള കേരളമാണ്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് റോഡ് സൈഡിലുള്ള ചവറ് അത് പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്ന് കാണിക്കുന്ന വിധത്തിൽ ഇനി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ ആ കേരളത്തിൽ റോഡ് സൈഡ് മുഴുവനും ഇപ്പം നിറഞ്ഞിരിക്കുന്ന വൃത്തികേടുകൾ പ്ലാസ്റ്റിക് കവറിലുള്ളത് കാണാം. അത് പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് എഴുതുകയുണ്ടായി. 1 മാസം മുമ്പാണ് എഴുതിയത്. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടോ ഇല്ല. ഒരു വഴി കാണിച്ചു കൊടുക്കാൻ, സിമ്പിൾ മെത്തേഡില്. അപ്പോ ഇപ്പൊ കേരളത്തിലെ ഇന്നലെ പൂജപ്പുരയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും റോഡ് സൈഡില് ഒരു 4 ലോറി വേസ്റ്റാണ്. നാറിയിട്ട് ആ വഴി കൂടെ പോയിട്ട് ഇരിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും അതാണ് കേരളത്തില് ഇപ്പോ എല്ലാം ശരിയാക്കാനായിട്ട് പോയിട്ട് നടക്കുന്നത്. മാതൃഭൂമിയിൽ ഒരു വാർത്ത വായിച്ചു. ഹൃദയഭേദകമായിരുന്നു എങ്കിലും എല്ലാം ശരിയായതിൽ സന്തോഷം തോന്നി. ഒന്ന് വെറുതെ വായിച്ചു നോക്കാം. മാതൃഭൂമിയില് വൃത്തിയിൽ ഇന്തോറ്, വൃത്തികെട്ട് കേരളം. ഞാനതൊന്ന് വായിക്കാം, തന്നെ വിലയിരുത്താം. കേരളീയന്റെ അഹങ്കാരവും ധാർഷ്ട്യവും തണ്ടും ഞങ്ങൾ വന്നാൽ ഇവിടെ എല്ലാം കൂടിയിട്ട് ഉത്സവമാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് കയറി പുറപ്പെട്ടവരുടെ പ്രവൃത്തിയുടെ പരിണത ഫലവും കൂടി ചേർത്ത് ന്യൂഡൽഹി രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി മധ്യപ്രദേശിലെ ഇൻഡോറിനെ തിരഞ്ഞെടുത്തു. ഭോപ്പാൽ, വിശാഖപട്ടണം, സൂറത്ത്, മൈസൂര് എന്നീ നഗരങ്ങൾ ആദ്യത്തെ 5-ൽ ഇടം നേടിയപ്പോൾ ആദ്യ 250-ൽ കേരളത്തിൽ നിന്ന് ഒരു നഗരം പോലും ഇല്ല. 250-ല് കേരളത്തിലെ ഒരു നഗരം പോലും ഇല്ല. കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് ദേശീയ തലത്തിൽ 254-ാം സ്ഥാനത്താണ് ഉള്ളത്. ആദ്യ 10-ൽ ഇടം നേടാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം. ആദ്യത്തെ 10-ൽ ഇടം നേടാത്ത ഏക സംസ്ഥാനം. ശരിക്കും മാതൃഭൂമി എന്ത് നല്ല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നഗരവികസന കാര്യ മന്ത്രി വെങ്കയ്യ നായിഡുവാണ് നഗരങ്ങളുടെ പട്ടിക ബുധനാഴ്ച പുറത്തിറക്കിയത്. കേരളം, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ നഗര ശുചീകരണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ നഗര ശുചീകരണത്തിന് മാത്രമല്ല, മനസ്സ് നന്നാക്കാനും കൂടി കുറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിനകത്തുള്ള വിഷമാണ് വീട്ടിനകത്തും സമൂഹത്തിലും റോട്ടിലുമെല്ലാം കാണുന്നത്. ഓരോരുത്തരുടെയും സ്വച്ഛ സർവേക്ഷൺ 2017 എന്ന പേരിൽ നഗരങ്ങളിൽ നടത്തിയ സർവേയാണ് 434 നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. പൊതുസ്ഥലത്ത് വിസർജനം നടത്തുന്നതിൻ്റെ തോത്, ഖരമാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ പരിശോധന, ജനങ്ങളുടെ അഭിപ്രായം എന്നീ കാര്യങ്ങളാണ് സർവേയിൽ മാനദണ്ഡമാക്കിയത്. 18 ലക്ഷത്തോളം പേർ സർവേയിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ ഗോണ്ടയാണ് ഏറ്റവും വൃത്തിഹീനമായ നഗരം. മഹാരാഷ്ട്രയിലെ ഭൂസാവൽ, ബീഹാറിലെ ബഗഹ, ഖാട്ടിഹർ, യുപിയിലെ ഹർഡോയ് എന്നിവയാണ് ശുചിത്വമില്ലാത്ത മറ്റു നഗരങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിലെ സർവേ ഫലത്തെ അപേക്ഷിച്ച് മധ്യപ്രദേശിലെ നഗരങ്ങളെല്ലാം നില മെച്ചപ്പെടുത്തി. 23 നഗരങ്ങളാണ് സംസ്ഥാനത്ത് നിന്ന് ആദ്യം 100-ലെത്തിയത്. ഗുജറാത്തും ജാർഖണ്ഡും തൊട്ടു പിന്നിലുണ്ട്. കഴിഞ്ഞ വർഷം 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന മൈസൂര് ഇത്തവണ 5-ലേക്ക് താഴ്ന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്ന നഗരം ഫരീദാബാദാണ്. ഏതായാലും പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരങ്ങൾ: കോഴിക്കോട് 254, കൊച്ചി 271, പാലക്കാട് 286, ഗുരുവായൂർ 306, തൃശൂർ 324, കൊല്ലം 365, കണ്ണൂർ 366, തിരുവനന്തപുരം 372, ആലപ്പുഴ 380-ാമത്തെ സ്ഥാനമാണ്. ഇവിടെ ശുചിത്വം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാലിന്യ വിസർജന വിമോചന കേരളം പൂർണ്ണമായിട്ടും എത്തിയെന്നും പറഞ്ഞിട്ട് കുറെ മന്ത്രിമാരിവിടെ പ്രഖ്യാപിച്ചിരുന്നു.
ഏതായാലും ആദ്യത്തെ 250 പോലും വിഷം നിറച്ച് രക്തചംക്രമണം നടത്തുന്ന ഈ കേരള ജനതയ്ക്ക് പറ്റിയ സ്ഥാനമാണോ കിട്ടിയത് എന്ന് അത്ഭുതത്തോടുകൂടി തോന്നുന്നു. ഏതായാലും രാഷ്ട്രീയത്തിന്റെ ബേസിലാവാൻ സാധ്യതയില്ല കേരളത്തെ 251 കൊണ്ടുപോയി എത്തിച്ചത്. ഏതായാലും അർഹിച്ചത് കിട്ടി. യഥാ രാജ തഥാ പ്രജ അല്ല, യഥാ പ്രജ തഥാ രാജ. ഇവിടത്തെ പ്രജകൾക്ക് പറ്റിയതാണ് ഇവിടത്തെ രാജാക്കന്മാർ കൊടുക്കുന്നത്, നേതാക്കന്മാർ കൊടുക്കുന്നത്. അതാണ് പുറത്തു നിന്നുള്ളവർ വിലയിരുത്തുമ്പോൾ കാണാനും സാധിച്ചത് എന്ന് പറയാൻ സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല, വാശിയില്ല, പകയില്ല, അസൂയയില്ല, കുശുമ്പില്ല, അഹങ്കാരമില്ല. പക്ഷെ വേദനയുണ്ട്. ഈ ഉജ്ജ്വലമായ ദൈവത്തിന്റെ സ്വന്തം നാടിനെ കുട്ടിച്ചോറാക്കുന്ന വിധത്തില് മതത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയ തിമിരത്തിന്റെയും അസഹിഷ്ണുതയുടെയും പരമകാഷ്ഠയില് അകത്തും പുറത്തും ഇതേപോലെ ഈ നാടിനെ കൊണ്ട് എത്തിച്ചത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണേണ്ടി വന്നതിലുള്ള ദുഃഖമുണ്ട്. പ്രണാമം, നമസ്കാരം.